എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചാവക്കാടാണ്. കേരളത്തിൽ ആദ്യമായി, അല്ല ഇന്ത്യയിലെ തന്നെ ആദ്യമായി ക്രിസ്തുമതം രൂപീകരിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നുമാണ്. ആദ്യ നൂറ്റാണ്ടില് ജൈനമതവും ബുദ്ധമതവും പ്രാബല്യത്തിലുള്ള കാലത്ത് നാട്ടുകാർക്കിടയിൽ സൂര്യാരാധന നിലനിന്നിരുന്നു. AD 52 വിശുദ്ധ തോമസ് ലീഹ പാലയൂർ തളിക്കുളത്തിലെത്തിയപ്പോൾ അവിടെ ചിലർ കുളി കഴിഞ്ഞ് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ജപിച്ച് ആകാശത്തിലേക്ക് എറിയുന്നത് കണ്ടു. നിങ്ങൾ സമർപ്പിച്ച ജലം സൂര്യൻ സ്വീകരിച്ചതായി കണ്ടില്ലല്ലോ എന്നവരോട് പറഞ്ഞു. പക്ഷെ ഞാൻ സമർപ്പിച്ചാൽ ഈ ജലം ദൈവം സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ കുളത്തിൽ നിന്നും ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്ത് ജപിച്ച് ആകാശത്തിലേക്ക് എറിഞ്ഞതും ആകാശത്ത് നക്ഷത്ര സമൂഹം പോലെ ജലം നിശ്ചലമായി എന്നാണ് പറയപ്പെടുന്നത്. അന്ന് കാലത്ത് നാട്ടുകാരിൽ ചിലർ ഈ സ്ഥലത്തെ ശാപക്കാട് എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ കള്ളിക്കാളിക്കാവ്, പകലവും മറ്റും, ശങ്കരപുരി എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർക്ക് സ്ലീഹ പൗരോഹിത്യ പട്ടവും നൽകി. പൗരോഹിത്യ പട്ടം എന്നുദ്ദേശിക്കുന്നത് തൻ്റെ ഗുരുദേവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അവർക്ക് പകർന്നു നൽകുകയാണ് ചെയ്തത്. എന്നോ മരിച്ചുപോയ ഒരാളെ ജനങ്ങൾ ഇന്നും വാഴ്ത്തുന്നുണ്ടെങ്കിൽ അവനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. ഇനി നമുക്ക് ഈ മറൈൻ വേൾഡിന്റെ കാഴ്ചകളൊക്കെ കാണാം. യഥാർത്ഥത്തിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ പോകുന്നത് വരെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ 400 രൂപയും, സീനിയർ സിറ്റിസന് 350 രൂപയും, കുട്ടികൾക്കാണെങ്കിൽ 250 രൂപയുമാണ്. നമ്മൾ കൊടുക്കുന്ന കാശ് നമുക്കൊരു കാരണവശാലും നഷ്ടമായി വരില്ല. ചില കാര്യങ്ങളൊന്നും നമുക്ക് വാക്കുകളാൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. അതെല്ലാം കണ്ട് നേരിട്ട് അനുഭവിക്കേണ്ടതാണ്. അതുപോലെയാണ് ഇതും. ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതിന് ഇതിൻ്റെ ഓണറിനെ ശരിക്കും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഇതിനുള്ളിലുള്ള സ്റ്റാഫുകളുടെ കോസ്റ്റ്യൂംസും പ്രസൻറ്റേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വിദേശത്തുള്ളൊരു ആംബിയൻസ് ഫീൽ ചെയ്തു.
ഈ മറൈൻ വേൾഡിൽ നിന്നും വെറും 11 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട്. ഇതിനെ പറയുന്നത് 4 മണി കാറ്റ് എന്നാണ്. ഇവിടെ നിന്ന് നേരെ ചാവക്കാട് ബീച്ചിലേക്ക് പോയി സൂര്യാസ്തമയമൊക്കെ കണ്ട് അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ നെന്മാറയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.